കഴിഞ്ഞ 10 വർഷമായി UDFന് നഷ്ടമായ കോതമംഗലം നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കുന്നത് ജനാധിപത്യ വിശ്വാസികളുടെ ആത്മാഭിമാന പ്രശ്നമാണെന്ന് PJ ജോസഫ് MLA പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് UDF നിയോജക മണ്ഡലം കമ്മിറ്റി കോതമംഗലത്ത് നൽകിയ വൻപിച്ച സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്ര ബഹുജനാരവമായി മാറിയിരിക്കുകയാണെന്ന് PJ ജോസഫ് MLA പറഞ്ഞു. കർഷകർ, തൊഴിലാളികൾ, വിവിധ ക്ഷേമ പെൻഷൻ ലഭിക്കാനിരിക്കുന്നവർ, മോട്ടോർ തൊഴിലാളികൾ, വ്യാപാരികൾ, തൊഴിൽരഹിത യുവാക്കൾ, അംഗൻവാടി പ്രവർത്തകർ, അധ്യാപകർ, കുടുംബശ്രീ പ്രവർത്തകർ, സ്കൂൾ പാചക തൊഴിലാളികൾ, ആശാവർക്കർമാർ തുടങ്ങി സമൂഹത്തിലെ നാനാവിഭാഗം ജനങ്ങളെയും ദുരിതത്തിലാഴ്ത്തിയ ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരുന്നുണ്ടെന്നും PJ ജോസഫ് കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് UDF നിയോജക മണ്ഡലം കമ്മിറ്റി കോതമംഗലത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാഥ ക്യാപ്റ്റനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാരിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർത്തിയത്. പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് മന്ത്രിസഭാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥ ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാന രൂപീകരണത്തിൽ നിന്നും 2016 വരെ ഏകദേശം 1.5 ലക്ഷം കോടി രൂപയായിരുന്ന കടബാധ്യത ഇടതുപക്ഷ ഭരണകാലത്ത് 6.5 ലക്ഷം കോടി രൂപയായി ഉയർന്നുവെന്നും VD സതീശൻ ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥ പുനർജീവിപ്പിക്കാൻ വിഭവ സമാഹരണം ശക്തിപ്പെടുത്തുകയും കാര്യക്ഷമമായ ഭരണ നൈപുണ്യം നടപ്പിലാക്കുകയും ചെയ്ത് ഖജനാവിനെ മിച്ചത്തിലാക്കുകയും ജനാഭിലാഷ വികസനങ്ങൾ വേഗത്തിലാക്കുമെന്നും VD സതീശൻ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷക്കാലം കഠിനാധ്വാനം ചെയ്ത് ഗവേഷണ തുല്യമായ ഗ്രഹപാഠം ചെയ്ത് രാജ്യത്തകത്തും പുറത്തുമുള്ള വിദഗ്ധരെ പങ്കെടുപ്പിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം കൃത്യമായ ബദൽ പരിപാടികൾ കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന പദ്ധതികളുമായി സർവസന്നാഹത്തോടുകൂടിയാണ് UDFന്റെ ഭരണം. ഇവരെ തകർന്ന സമ്പദ് വ്യവസ്ഥ നമ്മൾ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിലൂടെ, തന്ത്രപരമായ നികുതി ഭരണത്തിലൂടെ, കാർക്കശ്യം നിറഞ്ഞ ഖജനാവ് ചോർത്തൽ തടഞ്ഞുകൊണ്ട് സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പൂച്ച വെട്ടി കിടക്കുന്ന കേരളത്തിലെ ഖജനാവ് നമ്മൾ പണം കൊണ്ട് നടക്കും. അതാണ് ഗവൺമെന്റിന്റെ ജോലി. ആദ്യത്തെ ജോലി പൂച്ച വെട്ടി കിടക്കുന്ന ഖജനാവുമായി പ്രഖ്യാപനങ്ങൾ നടത്തുകയല്ല ഒരു സർക്കാരിന്റെ ജോലി. പണം നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാക്കാൻ സാധാരണക്കാരനെ, പാവപ്പെട്ടവനെ, ഇടത്തരക്കാരനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ കണ്ണീരൊപ്പി, അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ കേരളത്തിന് മാറ്റമുണ്ടാക്കണം. ആയിരക്കണക്കിന് ജനങ്ങളെ പങ്കെടുപ്പിച്ച പൊതുസമ്മേളനം വിജയകരമായി സംഘടിപ്പിച്ച UDF കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയെയും വിവിധ ഘടകകക്ഷി നേതാക്കളെയും അദ്ദേഹം അഭിനന്ദിച്ചു. മുൻമന്ത്രി TU കുരുവിള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, അനൂപ് ജേക്കബ് MLA, UDF ജില്ലാ കൺവീനർ ഷിബു തെക്കമ്പുറം, UDF നിയോജകമണ്ഡലം കൺവീനർ MS എൽദോസ് ഉൾപ്പെടെ UDF നേതാക്കളായ മുഹമ്മദ് ഷിയാസ്, മുഹമ്മദ് ഷാ, NVC അഹമ്മദ്, EM മൈക്കിൾ, AG ജോർജ്, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, KP ബാബു, അബു മൊയ്തീൻ, AB എബ്രഹാം, PK മൊയ്തു, ഇബ്രാഹിം കവല, PM സക്കറിയ, AT പൗലോസ്, മാത്യു ജോസഫ്, AC രാജശേഖരൻ, ഭാനുമതി രാജു, ജെസി സാജു, പ്രിൻസ് വർക്കി, PC ജോർജ്, എൽദോസ് കീച്ചേരി, ജോർജ് അമ്പാട്ട്, ജോമി തെക്കേക്കര, അനൂപ് AG, അജി PR, റഷീദ് മുഹമ്മദ് ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.